ഹലോ ഗായ്സ്, അങ്ങനെ 2025 കടന്നു. ഇൻഷാ അല്ലാ 25 ഒരു നല്ലൊരു ഇയർ ആവണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 24 കിട്ടാതെ വെച്ച് ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടും ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ മടി കാരണം ഇട്ടിട്ടില്ലേന്ന് കേട്ടോ. അതുപോലത്തെ ഒരു ഇയർ ആവരുതെന്നാണ് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ ഇനി എനിക്ക് കഴിയുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ ഇടും. എൻ്റെ ഈ ഒരു ചാനലിൽ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ടൈമാണ്. ബിക്കോസ് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹായിരുന്നു കഴിഞ്ഞ ഈ ഒരു മന്തിൽ. അപ്പോൾ പർച്ചേസിങ് ടൈമിൽ എടുത്ത കുറച്ച് ക്ലിപ്സും പിന്നെ നിക്കാഹിൻ്റെ ടൈമിലും വീട്ടിലെ സൽക്കാരത്തിൻ്റെ ടൈമിലൊക്കെ എടുത്ത് വെച്ച ക്ലിപ്സ് എല്ലാം ഒന്നാക്കി നമുക്കൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഓഫ് വൈറ്റ് കളറായിരുന്നു കേട്ടോ ചൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേര് സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തു, കുറച്ച് പേര് റെഡിമെയ്ഡായിട്ട് എടുത്തൊക്കെയായിരുന്നു. ഞാൻ റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് എടുത്തിരിക്കുന്നു കേട്ടോ. അതിലെ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടോ. ഞാൻ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നിടത്ത് തന്നെ കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാണ്. പിന്നെ ഷോപ്പിംഗ് ചെയ്യാതെ ലായിക്കും കാക്കുന്നില്ലത്. അതുകൊണ്ട് ഷർട്ട് വേഗം കിട്ടി, പക്ഷേ പാൻറ്റ് ഫിറ്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ലാഹിക്കില്ലോ നോക്കിയിട്ടോ. ലാഹിക്ക് കുർത്തായതുകൊണ്ട് തന്നെ ക്ലോത്ത് എടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആ സ്റ്റിച്ച് ചെയ്യുന്ന കടയിൽ തന്നെ കാക്കൂനുള്ള പാൻറ്റ് ഇട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സേവ് ദ ഡേറ്റ് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ലാഹിമോനൊന്ന് വീഴും. അങ്ങനെ ഒരു ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു പരിപാടി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണമല്ലോ. അങ്ങനെ ലാഹിമോൻ്റെ തലയിലൊരു ചെറിയൊരു കെട്ടുണ്ടായി. അങ്ങനെ ആ കെട്ടും വെച്ചിരുന്നു നമ്മുടെ നിക്കാഹുണ്ടായി. പിന്നെ നമ്മൾ ലാഹിൻ്റെയും കാക്കൂൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ ലാഹിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി, കാക്കൂൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് ലാഹിൻ്റെ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാ പർച്ചേസിങ്ങും അവസാനിച്ച് വീട്ടിലേക്കുള്ള ലഗേജ് എടുത്ത് നമ്മൾ തലേന്ന് നിക്കാഹിൻ്റെ രാവിലെ പോകും. അങ്ങനെ ഞാനും എത്തി, പിന്നെ കസിൻസ് എല്ലാവരും എത്തി. പിന്നെ ഫുൾ പ്ലാനിങ് ചെയ്യും. പിന്നെ നമ്മുടെ ചെറുപ്പിനൊരു ചെറിയ സർപ്രൈസ് ആയിട്ട് ഒരു ഗ്രൂം ട്യൂബ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനിലേത്. എവിടെയാടാ? ഒന്ന് വേഗം ഇങ്ങോട്ട് വരും, അമ്മ വിളിക്കണ്ട്. അർജന്റാണ്, വേഗം വാ. മുറിപ്പാടുകളെ കടപ്പാടുകളെ മനക്കോട്ടകളെ നേരാ നിൽക്കാതെ പായും തേരാ നോക്കാതെ പോകും പോകാ കൊള്ളാത്തൊരേറിൻ്റെ നേരാ. നമ്മളെ പരിപാടി അവസാനിപ്പിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ മൂത്തമ്മാൻ്റെ വക എല്ലാവർക്കും ഒരു മുട്ടായി ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പെണ്ണ് കിട്ടിയൊരു സന്തോഷം. അങ്ങനെ ഗ്രൂം ടു ബി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നിക്കാഹിന് ബ്രൈഡിന് ഇടാനുള്ള ഡ്രസ്സും പിന്നെ ബ്രൈഡിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഇതാണ് ഞങ്ങളുടെ വൈബമ്മായി പാവം സങ്കടത്തിലാണ്. ഞങ്ങളിവിടെ ഗ്രൂം ടു ബി ഒക്കെ ഉണ്ടാക്കിയത് അറിയാതെ ഒരു വേറെ കല്യാണത്തിന് പോയി. അതിൻ്റെ സങ്കടമുണ്ട്. അത് സാരല്ല, നമുക്ക് അമ്മായിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ പിന്നെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ